അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് അര കപ്പ് ഉഴുന്നിട്ട് കൊടുക്കുകയാണേ. ഇതിലേക്ക് നമ്മൾ ഉഴുന്നെടുത്ത അതേ അളവിൽ തന്നെ അര കപ്പ് നിലക്കടലയും കൂടി ചേർത്ത് കൊടുക്കാം. പച്ച കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. പച്ച നിലക്കടല തന്നെ എടുക്കുക. 2-3 വെള്ളം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ള ഉഴുന്നും നിലക്കടലയുമാണിത്. ഇനി വെള്ളം മാറ്റിയിട്ട് ഇത് മിക്സിയിലെ ജാറിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, പെട്ടെന്ന് നിങ്ങൾക്ക് കുതിർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള വെള്ളത്തിൽ നിലക്കടലയും ഉഴുന്നും ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. അപ്പോൾ ആ മിക്സിയിലെ ജാറിലേക്ക് നിലക്കടലയും ഉഴുന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഉഴുന്ന് വടക്കൊക്കെ അരച്ചെടുക്കുന്നില്ലേ, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മയത്തിലൊന്ന് അരച്ചെടുക്കാം. അസല് ഞാൻ പറയാം എത്ര വെള്ളം വേണ്ടി വന്നെന്ന്. ഇപ്പോൾ ഉഴുന്നും നിലക്കടലയും അരച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. ചെറിയ കളറായിട്ട് കിടക്കുന്നത് ആ നിലക്കടലയുടെ ആ തോലാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി അരച്ചെടുത്ത ഉഴുന്നും നിലക്കടലയും ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ വെള്ളമോ എണ്ണയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഉഴുന്നും നിലക്കടലയും അരച്ചെടുത്ത് അതിൽ തന്നെയാണ് ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ നമ്മൾ പൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം കുഴച്ച് ബുദ്ധിമുട്ടിയൊക്കെയാണ് നമ്മൾ പൂരി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് എത്ര പൂരി വേണമെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ എടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിക്കും വെള്ളത്തിൻ്റെ നനവിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാവ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ കട്ടിക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. പൊട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മാവ് കുറച്ചൊന്ന് സോഫ്റ്റായി ഒന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മൂടി വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് ചൂടായി കിടക്കുന്ന ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കഷ്ണം പട്ട, 2 ഏലക്ക, അതുപോലെ തന്നെ 2 ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീഡിയം സൈസ് സവാളയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. സവാള ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അങ്ങ് വാടി ഗോൾഡൻ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അല്ലികൾ ചതച്ചതും കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ഒരു 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വാടി വരണം. തക്കാളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാടൊക്കെ ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ ബീൻസ് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. 1/2 കപ്പ് ഗ്രീൻ ബീൻസ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രീൻ ബീൻസ് പകരം ചുവന്ന കടല ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ എടുക്കാം.
ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം. പെരുംജീരകമാണ്, ചെറിയ ജീരകമല്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കശകശയുടെ. നമ്മൾ മസാലയൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കശകശ കാണുമല്ലോ, അത് അല്ലെങ്കിൽ വാങ്ങാൻ കിട്ടും. ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കശകശ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഒരു 6 കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 6 കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക. നന്നായിട്ട് ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത അരപ്പ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജാറ് കഴുകിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഈ ജാറ് കഴുകി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന് ആവശ്യത്തിലുള്ള ഉപ്പുണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഉപ്പ് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് കൈകൊണ്ട് ഞെരടിയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 3 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തു. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഗരം മസാല പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം ഉപ്പൊക്കെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് കട്ടിക്കാണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ലൂസായി വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ കുക്കറിൽ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് താളിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ പൂരിക്ക് പറ്റിയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പൂരിക്ക് മാത്രമല്ല, ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. നമ്മൾ കറി തയ്യാറാക്കാൻ എടുത്ത സമയം മാത്രമേ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഇനി മാവ് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇനി ഉരുട്ടിയെടുത്ത ഉരുളയിൽ നിന്നും ഒരു ഉരുള മാവ് എടുക്കുക. ബാക്കി മാവ് ഇതിൻ്റെ പുറം ഡ്രൈ ആവാതിരിക്കാൻ മൂടി വെച്ച് കൊടുക്കുക. ഇനി ഇത് പരത്തിയെടുക്കുന്നതിന് വേണ്ടി ചപ്പാത്തി പലകയോ ചപ്പാത്തി പ്രസ്സോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എണ്ണ തടവി കൊടുത്താൽ മതി. ഒരു പ്രാവശ്യം ഒന്ന് എണ്ണ തടവി കൊടുത്താൽ മതി. ഇനി ഉരുട്ടിയെടുത്ത മാവ് ഈ ഷീറ്റിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലൊന്ന് ഷീറ്റ് മടക്കി കൊടുക്കുക. എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ചോറ്റുപാത്രം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, നല്ലതുപോലെ പരന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാം പരത്തിയെടുക്കുക. ആ ചെറിയ ചെറിയ ഡോട്ട് പോലെ കിടക്കുന്നത് നമ്മുടെ നിലക്കടലയുടെ ആ തോലാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം പരത്തിയെടുക്കാം. ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം വീർത്ത് വരുന്ന സമയം തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും ഇതുപോലെ ഒരു ഗോൾഡൻ നിറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. കണ്ടില്ലേ, നല്ലോണം വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പൂരിയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല. ഇതിൻ്റെ പ്രത്യേകത ചൂട് മാറിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ നമ്മുടെ പൂരിയും അതുപോലെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഗ്രീൻ പീസും വെച്ചിട്ടുള്ള മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും പൂരി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്